ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം കേട്ടോ. അപ്പോൾ പവിത്രത്തിൽ നമ്മളെ വേദയുടെ വീട്ടിൽ നല്ല സേഫായിട്ടിരിക്കുകയാണ് നമ്മളെ വിക്രം. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് വിക്രം ഉണരുന്നതിൻ്റെ മുന്നേ നമ്മളെ വേദ താഴെ പോകുന്നുണ്ട്, താഴത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിൻ്റെ ചെല്ലുമ്പോൾ വാതിലൊക്കെ പൂട്ടി ചാവിയൊക്കെ പോക്കറ്റിലിട്ടൊക്കെയാണ് പോണത്. അവിടെ ചെല്ലുമ്പോൾ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ വരുന്നുണ്ട്. അപ്പോൾ നീ നീച്ചോ, നിനക്ക് ചായ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടമ്മേ, ഞാനൊരു കട്ടനിട്ട് കുടിച്ചു അറിയാം. അപ്പോൾ എങ്ങനെ, ഇല്ല ഞാൻ കെറ്റിൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കട്ടൻ കുടിച്ചു, എനിക്കിന്ന് ചായ കുടിക്കണം തോന്നി കുടിച്ചു എന്നറിയും. അത് ശരി, അപ്പോൾ നീയാണല്ലേ കെറ്റിലെടുത്തത് പറയുമ്പോൾ എന്നറിയാം. എന്നാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ മോളെ അറിയാം. വേണ്ടമ്മേ, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ എന്താണ് ഇതിൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രമും വേദയും കൂടി, വേദയും ശ്രീകാന്തും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്താണ് ഫോൺ വരികയാണ്, അങ്കിളുടെ ഫോൺ വരികയാണ്, വർഷയുടെ അച്ഛൻ്റെ. അപ്പോൾ വിളിച്ചിട്ട് അറിയും, നീ എവിടെയാടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, നീ അറിഞ്ഞോ നമ്മുടെ സാബുവിനെ ആരും ഇന്നലെ രാത്രി ആക്രമിച്ചിട്ട് ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിലോ എനിക്ക്, ഏത് ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ വിവരങ്ങളൊക്കെ പറയും. അപ്പോൾ നല്ല വേദയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കും. അപ്പോൾ ആരത് ചെയ്തത് പറയുമ്പോൾ അയാൾ ആക്സിഡൻ്റ് ആയി എന്നാണ് പറയുന്നത്. പക്ഷേ ആക്സിഡൻ്റ് ഒന്നുമില്ല, ആരോ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിക്രമാവും ചെയ്തിട്ടുണ്ടാവും അറിയാം. വിക്രമാണോ ചോദിക്കുകയാണ് ഇവൻ അങ്ങോട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ വേദ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ, നീ എന്താ ചെയ്യണത്, നീ ഒന്നും ഇതിവിടെ നമുക്കൊന്ന് പോയി കാണാം അയാളെ, അയാൾ എന്താ പറയണത് നോക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വേദയുടെ അടുത്ത് വന്നിരിക്കുക. അപ്പോൾ പറയും, നീ അറിഞ്ഞില്ലേ ആ സാബു പോലീസിനെ ആരോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയും. അപ്പോൾ പറയും, അത് ഇങ്ങോട്ട് കിട്ടുമ്പോൾ കുറച്ചൊക്കെ തിരിച്ച് അങ്ങോട്ടും കൊടുക്കും. വിക്രമിൻ്റെ അച്ഛനെയും സഹോദരങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരുപാട് അടിച്ചതല്ലേ, അപ്പോൾ അതിനുള്ള തിരിച്ചടി കിട്ടും എന്ന് പറയുകയാണ് വേദ. അപ്പോൾ പറയും, അപ്പോൾ നിനക്കറിയാം അത് വിക്രമാണ് ചെയ്ത്, നിനക്ക് അറിയാം അല്ലേ എന്നറിയും. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഏട്ടനല്ലേ പറഞ്ഞത്, ഏട്ടൻ പറഞ്ഞതിന് പറഞ്ഞെന്ന് മാത്രം, എനിക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അവൻ തന്നെ ആവുമെന്നറിയും. ആയിരിക്കും, കാരണം ഇനിയിപ്പോൾ ഓരോന്നായിട്ട് പകരം വീട്ടിയിട്ടല്ലേ വരുള്ളൂ. എന്തായാലും ഒളിവിലിരുന്നുകൊണ്ട് തന്നെ അത് ചെയ്യുന്നുണ്ടാവും. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പ്ലാൻ ചെയ്യുന്നത്, ആർക്കൊക്കെ എന്തൊക്കെയാണ് തിരിച്ചടികൾ കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. ശ്രീകാന്തിന് ചെറിയൊരു പേടി തട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ കാണാനൊന്നും ഇല്ലയെന്നും പറയും കേട്ടോ അവൾ. കഴിഞ്ഞിട്ട് വേദന അങ്ങോട്ട് എഴുന്നേറ്റ് പോവും. ഇയാൾ പിന്നെയും കുറച്ചും കൂടെ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് എന്താണ് പിന്നെ തിരിച്ച് വിക്രമിൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ വിക്രം നീച്ചിട്ട് പറയും, പല്ല് തേച്ചിട്ടില്ലേ നിൽക്കുന്നത്, പല്ല് തേക്കുന്ന പോയിട്ടറിയും, ഞാൻ ചായ എടുക്കാമെന്ന് പറയുമ്പോൾ ചായ ഇനിയിപ്പോൾ താൻ പോയി ചായ എടുത്തുകൊണ്ട് വരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറയും, അതിനൊന്നും ആവശ്യമില്ല, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട്, ഞാൻ ഒരു ബ്രെഡും മുട്ടയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, ചായക്ക് കെറ്റിലുണ്ട്, ഞാൻ ചായ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്നറിയും. അപ്പോൾ പറയും, ബുദ്ധിമുട്ടായി അല്ലേ എന്നറിയുമ്പോൾ അങ്ങനെ ഇപ്പോൾ ചിന്തിക്കുക വെച്ചാൽ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വിക്രമിന് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് പറയും, ശരിക്കും ഇതൊരു കാരാഗ്രഹവാസം തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ അത് അവിടെ ഇരുന്നോണം എന്നൊക്കെ. അപ്പോൾ എന്തൊക്കെയോ പറയുമ്പോൾ ചിരിക്കും പറയും, നല്ല കുത്ത് കിട്ടുന്ന ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ തമ്മിൽ ഉള്ള സ്നേഹം സംഭാഷണങ്ങളൊക്കെയാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. അത് കഴിഞ്ഞ് പിന്നെ ശ്രീകാന്തും അങ്കിളും കൂടെ നമ്മുടെ ഇയാൾ സാബുവിനെ കാണാൻ പോയിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബുവിനെ കടത്താൻ കണ്ടിട്ട് ഞാൻ ചിരിച്ചു പോയി. കാരണം 2 കാല് അട്ടത്ത് കെട്ടിയിട്ട് കഴുത്തിൽ കോളറൊക്കെ വെച്ച് 2 കൈ ഓടിച്ച് 2 കൈക്കിനെ നെഞ്ചത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മുടെ കിലിക്കത്തിൽ ജഗതി കിടക്കും പോലെ കിടക്കുന്നുണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയ അവസ്ഥ തോന്നേണ്ട സമയത്ത് സീരിയലാണെങ്കിൽ പോലും നമുക്ക് ചിരിക്കാനുള്ള വകകളുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ പോലീസുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ എനിക്കറിയില്ല, ഞാൻ ധാരാളം മദ്യപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വിക്രമാണോ ചെയ്തത് വയ്ക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ അയാൾക്കൊരു പേടിയുണ്ട്, വിക്രം എന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ട്. കാരണം അയാളിങ്ങനെ ആലോചിക്കുക, വിക്രമിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അളിയനെയും അനിയനെയും ഒക്കെ കൊല്ലും, ഇതന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറയും, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല, വണ്ടി ഒരു ഗട്ടറിൽ വീണു, ഞാൻ തെറിച്ച് വീഴുക ചെയ്തു, പിന്നെ ബോധം വരുമ്പോൾ ഇവിടെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ ഏതാണ്ട് കാലൊന്നും ഇനി അനക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു, മസിലൊക്കെ പൊട്ടി, അങ്ങനെ ആകെ ഡോക്ടർ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവണമെങ്കിൽ ആക്സിഡൻറ്റിൽ എന്തായാലും ഇങ്ങനെ സംഭവിക്കില്ല, കാര്യമായിട്ട് ആരോ ചെയ്ത പണിയാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് പറയൂടോ, തനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ പോലീസിൽ നിന്ന് കിട്ടില്ലേ, താൻ പറയൂടോ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ അറിയില്ല, കണ്ടില്ല, ഇരുട്ടത്തായിരുന്നു, ഞാൻ കണ്ടില്ല എന്നൊക്കെ അങ്ങനെ അയാൾ പറഞ്ഞതിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അവിടുന്ന് പോലീസുകാർ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ നമുക്കൊന്നും ചെയ്യാൻ നിവർത്തില്ലല്ലോ അറിയും. അപ്പോൾ പിന്നെ ആ വിക്രമിൻ്റെ വീട് കയറി ആക്രമിക്കാൻ പറ്റില്ല, കാരണം ഇനി പ്രശ്നമാവും അത്. അപ്പോൾ ശ്രീകാന്തിൻ്റെ അങ്കിള് വിശദീകരിച്ച് കൊടുക്കുക, അതൊന്നും വേണ്ട, ശ്രീനിവാസൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ ഒരു കേസുണ്ടല്ലോ, അത് അന്വേഷിക്കാൻ വേണ്ടി കോടതി വിധി വന്നിരിക്കുക, അത് വേദിയായിട്ട് വെട്ടി തുറന്നു തന്ന കേസല്ലേ, അപ്പോൾ വേണമെങ്കിൽ അതിൽ ശ്രീകാര്യത്തിനെ പിടിച്ച് കൊണ്ടിട്ട് അവൻ പുറത്തിറങ്ങിക്കോളും, അപ്പോൾ അങ്ങനെ അവനെ പിടിക്കാം, അങ്ങനെ അങ്ങനെയൊക്കെ പറയുകയാണ്, പ്ലാൻ ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് ഈ പോലീസുകാരന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുക. താനെന്തിനവിടെ പേടിക്കുന്നത്, തനിക്ക് ഫോഴ്സ് ഇല്ലേ, പിന്നെ തന്നെ അതിൻ്റെ ഇതിൽ നിയമിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് ഈ പോലീസുകാരനെ ബ്ലാക്ക് മെയിൽ അല്ല അങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിക്രമിനെ ഏതെങ്കിലും വഴിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആണൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അവരവിടെ പോരുക, പിന്നെ വീട്ടിൽ പോരുന്നുണ്ട്. ഇപ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വിക്രമിൻ്റെ വീട്ടിൽ എന്താണ് നമ്മളുടെ വിശ്വം കടയിൽ സപ്ലൈ കൊണ്ടൊക്കെ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. ആ സാബു പോലീസ് ഉണ്ടല്ലോ, അയാളെ ഇന്നലെ ആരോ നല്ലോണം അടിച്ച് ആശുപത്രിയിലാക്കിയിരുന്നു, വിക്രമാണ് എന്ന് പറയുന്നുണ്ട് അത് എന്ന് പറയും. അപ്പോൾ പറയും വിക്രമോ എന്ന് നോക്കുമ്പോൾ അതെ വിക്രം എന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് പറയണേ. അപ്പോൾ പറയും മാഷ് പറയുന്നുണ്ട്, പണ്ട് വിക്രം അവൻ്റെ അമ്മോട് പറയുന്നൊരു വാക്കുണ്ട്, ഒരിക്കലും അവൻ അങ്ങോട്ട് പോയി ആരെയും തല്ലിയില്ല, പക്ഷെ അവൻ തിരിച്ച് തല്ലിയിരുന്നത് അവനെ സ്വയം രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എനിക്കിപ്പോഴത് തോന്നിയിരുന്നു, ഞാനൊന്നും അത് ചെവി കൊടുക്കില്ലായിരുന്നു അവൻ്റെ വർത്തമാനം, പക്ഷെ സത്യത്തിൽ അതായിരിക്കാം അവൻ ചെയ്തിരുന്നത്. അവനെ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നവരെ മാത്രമേ അവൻ അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരുത്തനെ നമ്മൾ വിശ്വസിച്ചിട്ട് അവനെ വിശ്വസിച്ചിട്ട് എൻ്റെ മോനെ തള്ളിക്കളഞ്ഞാൽ അത് വിനായകനിട്ട് ഒരു കുത്തു കൊടുത്തതാണ്. നന്ദിനി അവിടെ ഉണ്ട്. അപ്പോൾ നന്ദിനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ കമല നോക്കിയിട്ട് ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയണ്ട എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, പിന്നെ പറയും ഇനി എന്തായാലും നമ്മൾ പേടിച്ചോടുന്നില്ല, ആരും നമ്മളെ ഇനി ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തത് അത് പോസ്റ്റ് ചെയ്യുക, അതേ ഉള്ളൂ നിവർത്തി എന്നൊക്കെ മാഷ് പറഞ്ഞു കൊടുക്കുകയാണ്.